വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്ന ഒരാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡുകൾ, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യം തന്നെ അച്ഛൻ്റെ സ്പെഷ്യലായിട്ടുള്ള പച്ചക്കുരുമുളകിട്ട മത്തിക്കറിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഒന്നും ഞാൻ ഇടുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏത്തപ്പഴം നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ജാനിക്കുട്ടിന് വേണ്ടിയിട്ടാണ്. ആ കൂട്ടത്തിൽ തന്നെ കോവയ്ക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. വെറുതെ ഉപ്പും മുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പാൽപ്പായസവും അതിൻ്റെ കൂട്ടത്തിൽ ബോളി. ഇത് ട്രിവാൻഡ്രത്ത് നിന്ന് അവർ പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ബോളിയാണ്. അത് ഫ്രഷ്ലി അവിടെ ഉണ്ടാക്കുന്ന ബോളിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത് വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പം തന്നെ പ്ലാൻ ചെയ്തു എന്നാൽ പിന്നെ ഒരു പാലട അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചിട്ട് പാലട ഉണ്ടാക്കി. ഇനി അവരെല്ലാവരും തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ബീഫ് റോസ്റ്റ്, ഇതെൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. ബീഫ് റോസ്റ്റ് ഒരുപാട് നാളായി ഉണ്ടാക്കിയിട്ട്, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വരട്ടി നല്ല കുറുകിയ ബീഫ് റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. ഇനി എല്ലാവരും പോകുന്ന ദിവസം വന്നെത്തിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് അപ്പവും മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തലേ ദിവസത്തെ ബീഫ് റോസ്റ്റ് ഇരിപ്പുണ്ട്, പക്ഷേ അത് ഞാൻ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. കാരണം അത് നമ്മൾ എറണാകുളത്തേക്ക് കൊടുത്തു വിടാനുള്ളതാണ്. ഇൻഫോ പാർക്കിലേക്ക് ഒരു ബീഫ് റോസ്റ്റ് ഒപ്പവും കൊടുത്തു വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം സ്നേഹപ്പൊതി ആയിക്കോട്ടെ എന്ന്. ഇപ്പം കണ്ട പച്ചക്കറികളൊക്കെ ഡയറക്റ്റ് ബഹറിന് പോകാനുള്ളതാണ്. അവർ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പവും മുട്ടക്കറിയൊക്കെ സെറ്റായി ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സാവകാശം നിന്ന് ജാനിക്കുട്ടിയും കുറയുന്ന സമയം കളിപ്പിച്ച് അങ്ങനെ അവസാനത്തെ ദിവസം സമയം പെട്ടെന്നാണ് കേട്ടോ പോകുന്നത്. അവസാനത്തെ ദിവസം മീൻസ് അവർ പോകുന്ന ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞ സമയം വളരെ പെട്ടെന്നാണ് പോകുന്നത്. അങ്ങനെ ഏതായാലും അവർ പോകുന്ന കൂട്ടത്തിൽ ഈ ഒരു പൊതിയും കൂടെ സെറ്റാക്കി കൊടുത്തു. അപ്പമല്ല കേട്ടോ, ചപ്പാത്തിയും മുട്ട പുഴുങ്ങിയതും അതിൻ്റെ അകത്ത് കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ബീഫ് റോസ്റ്റും.